ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കൊക്കെ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പൊടി ചിലപ്പം അങ്ങനെ കുറുക്കൊന്നും ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഏലക്കാപ്പൊടി ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർക്കാതെ വെറുതെ ഏലക്കായൻ്റെ കുരു മാത്രം പൊടിച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 2 നുള്ളൊക്കെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതാ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അമൃതം പൊടി മാത്രം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ട നമുക്ക് ഗോതമ്പ് പൊടിയോ മൈദയോ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്കൊരു 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ച് നോക്കിയിട്ട് പിന്നെ നമുക്ക് ലൂസാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള മൈദ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. മൈദയോ ഗോതമ്പ് പൊടിയോ ഏതായാലും മതി കേട്ടോ. മൈദ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരിക. ഇപ്പോൾ മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയും പോകരുത് കേട്ടോ, അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ 1 കപ്പ് പഞ്ചസാര ഞാനിതാ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് ഇതൊന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നാൽ മതി കേട്ടോ. ഒരുപാട് നേരം തിളപ്പിച്ച് കുറുക്കിയെടുക്കൊന്നും വേണ്ട. ഇതുപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് തിളച്ച് കിട്ടിയാൽ മതി. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമ്മുടെ മാവ് എടുത്തിട്ട് ഇനി ഞാനിത് പരത്തിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പാകത്തെ ഒരു കറക്റ്റ് പരുവത്തിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഒട്ടുന്ന പരുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പലകയിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ആക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് കനത്തിൽ, ചെറിയൊരു കനം മതി, ആ ഒരു കനത്തിൽ പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നമ്മളെ പാൽ കേക്കിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് കട്ടിയായിട്ടും ആവണ്ട, എന്നാൽ ഒരുപാട് തിന്നായിട്ടും ആവണ്ട. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ പുറം ഭാഗം പെട്ടെന്ന് ഡാർക്കായിട്ട് അകം വേവില്ല. അപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ മതി കേട്ടോ. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശം വേവില്ല, പുറം ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒരേപോലെ ഈ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇത് എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പിന്നെ ഇതിന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്രാക്കൊക്കെ ഉണ്ടാവും, അത് നല്ലതാണ്. ഇനി നമ്മളിത് ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ആ ഒരു ഷുഗർ സിറപ്പ് ഉള്ളിലേക്ക് കയറും കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രാക്ക് ഉണ്ടായിരുന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് ചെറിയൊരു ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇതിൽ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് വലിച്ചെടുക്കും കേട്ടോ, ഈ ഒരു ക്രാക്കൊക്കെ ഉണ്ടായത് കാരണം. അപ്പോൾ അടുത്തതും കൂടെ റെഡിയായി വരുന്ന ആ ഒരു സമയം വരെ ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെച്ചാൽ മതി.
പിന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സിറപ്പ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടെ ചൂടാക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം അടുത്തത് പൊരിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് സിറപ്പിൽ വെച്ചതിന് ശേഷം എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അമൃതം പൊടി വെച്ചിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു തേനൂറും പാൽ കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കൂ, നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അവർ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്